തമിഴ് ജനതയെ ഇളക്കിമറിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഊർജ്ജസ്വലമായ കേന്ദ്രമായി തമിഴ്നാട് മാറുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബിജെപി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ എൻ മണ്ണ എൻ മക്കൾ പദയാത്രയുടെ സമാപന സമ്മേളനത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും അമൽ പ്രീത പ്രദീപ് ചേർന്നുണ്ട്. അമൽ, നമുക്കറിയാം കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം തമിഴ്നാട് മണ്ണിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ അവിടെയും വളരെയധികം ആവേശമായി മാറുകയല്ലേ? അതെ വിഷ്ണു, തീർച്ചയായും തമിഴ് ജനതയെ ഇളക്കി മറിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ സംസാരിച്ചത്. കരുത്തനായ നേതാവ്, ബിജെപിയുടെ കരുത്തനായ നേതാവ്, തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ എൻ മണ്ണ് എൻ മക്കൾ പദയാത്രയുടെ സമാപന സമ്മേളന വേദിയിൽ തമിഴ് ജനതയെ ആവേശം കൊള്ളിക്കുന്ന വാക്കുകൾ കൊണ്ട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. 6 മാസം നീണ്ട പദയാത്ര ഇന്ന് സമാപിക്കുമ്പോൾ 234 മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്ത ഈ പദയാത്ര അതിന്റെ സമാപന സമ്മേളനത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു BJP പ്രഭാവം അല്ലെങ്കിൽ മോദി പ്രഭാവം നമുക്ക് ശരിക്കും തിരിച്ചറിയാനാവുന്ന ഒരു സമ്മേളനമായിരുന്നു ഇന്ന് കണ്ടത്. തമിഴ്നാട്ടിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ പരിപാടിയായിരിക്കുമെന്ന് തമിഴ്നാട് BJP നേരത്തെ പറഞ്ഞിരുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ തമിഴ്നാട് ജനതയെ താൻ നെഞ്ചോട് ചേർത്തിരിക്കുന്നെന്ന് പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തമിഴ്നാടുമായി തനിക്ക് രാഷ്ട്രീയത്തിനപ്പുറം ഒരു ആത്മബന്ധമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 32 വർഷങ്ങൾക്ക് മുമ്പ് 1991 അദ്ദേഹം നടത്തിയ ഏക്താ യാത്ര, കന്യാകുമാരിയിൽ നിന്നും തുടങ്ങിയ യാത്രയ്ക്ക് 2 ലക്ഷങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ മൂവർണ്ണ കൊടി പാറിക്കുക എന്നതും അതോടൊപ്പം തന്നെ 370 വകുപ്പ് റദ്ദാക്കുക എന്നതുമായിരുന്നു. ഇത് രണ്ടും നടത്തിയ ശേഷമാണ് അദ്ദേഹം ഇന്ന് തമിഴ്നാട്ടിൽ സംസാരിക്കാൻ എത്തിയത്. ഈ വാക്കുകളൊക്കെ തമിഴ്നാട് ജനതയെ തികച്ചും ആവേശം കൊള്ളിക്കുന്ന ഒരു ഇതായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ അധികാരത്തിൽ ഇല്ലെങ്കിലും BJP തമിഴ്നാട്ടിലെ ജനതയുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹം വീണ്ടും എടുത്തു പറയുകയുണ്ടായിരുന്നു. കേരളത്തിൽ സംസാരിച്ചപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറയുകയുണ്ടായെങ്കിൽ തമിഴ്നാട്ടിൽ അദ്ദേഹം പറഞ്ഞത് മോദി എന്ത് ചെയ്താലും അത് എല്ലാവർക്കും വേണ്ടിയായിരിക്കും, തമിഴ് ജനതയ്ക്ക് വേണ്ടിയായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. കേരളത്തിന് ശേഷം തമിഴ് ജനതയും ആവേശത്തിലാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഊർജ്ജസ്വലമായ കേന്ദ്രമായി തമിഴ്നാട് മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ എൻ മണ്ണ എൻ മക്കൾ പദയാത്രയുടെ സമാപന സമ്മേളനത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തുവരുന്നത്.